സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കൊടിയ വരൾച്ചയാണ്. 5 വർഷമായിട്ട് ഒരു തുള്ളി മഴ അവിടെ പെയ്തിട്ടില്ല. അതുകൊണ്ട് കുടിക്കാനല്ലാതെ വേറെ ഒരു പർപ്പസിനും വെള്ളം ഉപയോഗിക്കരുതെന്ന് മഹാനായ ഖമനേയി തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ ഡ്രോട്ടിന്റെ ഫലമാണോ, അങ്ങനെ വെള്ളം കുടിക്കാതെ തലച്ചോറ് വരണ്ടു പോയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. ഖമനേയുടെ മൗത്ത് പീസ് എന്നറിയപ്പെടുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, കേഹാൻ. ആ കേഹാൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഇന്ന് പുറത്തിറങ്ങിയതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹെഡിങ് ബുള്ളറ്റ്സ് ഇൻടു ദാറ്റ് എംപ്റ്റി സ്കൾ എന്നാണ്. ഇത് ട്രംപിനെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. ട്രംപിന്റെ കാലിയായ തലയുടെ ഉള്ളിലേക്ക് ബുള്ളറ്റ്സ് കയറ്റി വിടണം എന്നാണ് അതിനകത്തുള്ള ആഹ്വാനം. ട്രംപിനെ വധിക്കാനുള്ള ഒരു പരസ്യ ആഹ്വാനമാണ് ഖമനേയുടെ മൗത്ത് പീസായ ഈ ന്യൂസ് പേപ്പർ നിർവഹിച്ചിട്ടുള്ളത്. ഇതിന്റെ എഡിറ്ററായിട്ടുള്ള ഹൊസൈൻ ഷരിയാത്ത് മദാരി ഖമനേയുടെ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് ഖമനേയി ഉറപ്പിച്ചു പറഞ്ഞതുപോലെ പറഞ്ഞ കാര്യം ഇദ്ദേഹം എഴുതി വെച്ചതാണ് എന്ന് തോന്നുന്നു. അതായത് ഇറാനെ ആക്രമിക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ന്യൂക്ലിയർ ഡിസാം അമെൻഡ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളിൽ ഒപ്പിടാൻ സമ്മതിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവൽസ് ഇറാനിൽ നിന്ന് പരിപൂർണമായും ഒഴിവാക്കിയില്ലെങ്കിൽ ഇറാനെതിരെ ഹെവി ബോംബ് ആക്രമണം ഉണ്ടാവും എന്ന് ട്രംപ് പറഞ്ഞതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഇന്ന് ഉറക്കം എഴുന്നേറ്റപ്പം ഈ പത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ട്രംപ് കഴിഞ്ഞ ദിവസം പറയുണ്ടായി ഇറാനുമായിട്ട് ഇൻഡയറക്ട് ടോക്സിന് അദ്ദേഹം തയ്യാറല്ല. അപ്പൊ അവരുടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്നലെ സൺഡേ പറഞ്ഞിരുന്നു, ഡയറക്റ്റ് ടോക്ക് അമേരിക്കയുമായിട്ടില്ല. കാരണം അമേരിക്ക ഒരിക്കലും ഞങ്ങളെ ഒരു ഈക്വൽ സ്റ്റാറ്റസ് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി, ഒമാനാണ് തേർഡ് പാർട്ടി എന്ന് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, തേർഡ് പാർട്ടി വഴിക്കുള്ള സംസാരം മാത്രമേ ഉള്ളൂ. നേരിട്ട് അമേരിക്കയുമായിട്ട് ടോക്കിനില്ല എന്ന് ഇന്നലെയും ഇറാന്റെ വിദേശകാര്യമന്ത്രി, അദ്ദേഹവും ഖമനേയുടെ ഒരു മൗത്ത് പീസാണ്, അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇവർ ഈ തേർഡ് പാർട്ടിയിലൂടെയുള്ള ടോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമയം നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് ടോക്സ് എങ്ങനെയും വലിച്ചടിച്ച് നീട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ അത് നീട്ടിക്കൊണ്ടുപോകുന്നതിനിടയിലൂടെ അവരുടെ ടാർഗറ്റ് ആയിട്ടുള്ള ആറ്റം ബോംബിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നാണ് അമേരിക്ക മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക പറയുന്നത് ആ ഇടയ്ക്കുള്ള ആൾ വെച്ചിട്ടുള്ള ടോക്കൊന്നും വേണ്ട, ടോക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്. അപ്പം അദ്ദേഹം കത്ത് അയച്ചിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. 2 മാസം സമയമാണ് കത്തിന് മൊത്തം കൊടുത്തിട്ടുള്ളത്. 2 മാസമുള്ള മറുപടി കിട്ടണമെന്നാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു തേർഡ് പേഴ്സൺ വഴിക്ക് അമേരിക്കയുമായിട്ട് ഡയറക്റ്റ് ടോക്സിന് ഖമനേയി ശ്രമിക്കുന്നുണ്ടെന്നും മറുപടി പ്രിപ്പയർ ചെയ്തിരുന്നു ഒക്കെ ചില പത്രങ്ങളിൽ റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് ആ റിപ്പോർട്ടുകൾക്കൊന്നും വെരിഫിക്കേഷൻ കാണാനില്ല. അപ്പോൾ അതിൻ്റെ പുറമെ ഖമനേയി ഇറാനിലെ പട്ടാളത്തോട് എല്ലാ ആംഡ് ഫോഴ്സിനോടും അതിൻ്റെ എല്ലാ വിങ്ങിനോടും മാക്സിമം അലർട്ടിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം, അതുകൊണ്ട് മാക്സിമം അലർട്ടിൽ നിൽക്കണമെന്നാണ് ഖമനേയി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ട്രംപിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ല, ഇറ്റ്സ് എംപ്റ്റി ഹെഡ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് എംപ്റ്റി ഹെഡായിട്ട് അവർ കണ്ടെന്ന് അറിയത്തില്ല. അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് ട്രംപ് എന്ന് പറയുന്ന ആൾ. അല്ലാണ്ട് ഈ ഖമനേയി ഇരിക്കുന്നത് പോലെ പട്ടാള വിപ്ലവത്തിലൂടെ കയറി വന്ന് ജനത്തിന്റെ തല ചവിട്ടി ഒതുക്കി മതത്തിന്റെ പേരിൽ താടി നീട്ടിയിരിക്കുന്ന ആളൊന്നുമല്ല. അമേരിക്കയിലെ വൻ ഭൂരിപക്ഷത്തിൽ ഇലക്ട് ചെയ്യപ്പെട്ട നേതാവാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ മുഴുവൻ ഇദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ട്രംപിന്റെ ഒരു ഖമനേയുടെ ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ തലച്ചോറിന് ആവശ്യമുണ്ടാകാൻ സാധ്യതയില്ല. നേരെ മറിച്ച് അമേരിക്കയുടെ B2 ബോംബേഴ്സിൽ നിന്ന് വീഴുന്ന സാധനം വീണ് സ്വർഗത്തിൽ പോയി ഖൂറിയുടെ മടിയിൽ വിശ്രമിക്കാം എന്ന് ചിന്തിക്കുന്ന ഈ ഖമനേയുടെ തലയ്ക്കകത്ത് എന്താ ഉള്ളതെന്നുള്ളത് വാസ്തവത്തിൽ ആലോചിച്ച് നോക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അമേരിക്കയുടെ ആൾക്കാരൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പവർ കമ്പാരിസൺ, മിഡിൽ ഈസ്റ്റിൽ ഇന്ന് ഇറാൻ ഒരു പവറല്ല, കുറച്ച് മിസൈലുണ്ട് എന്ന് വെച്ചുകൊണ്ട് അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തോട് ഏൽക്കാൻ ആ രാജ്യത്തിനാവില്ല. അപ്പം അത് വെച്ചുകൊണ്ട് ട്രംപിനെ വെല്ലുവിളിക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് തല നിറച്ചു ചോറുള്ളതുകൊണ്ടായിരിക്കാനാണ് സാധ്യത എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. പെഷേസ്കിയാൻ അതിനിടയിലുള്ള വളരെ ക്ഷീണിതനായിട്ട് കഴിഞ്ഞ ദിവസം പ്ലീസ് ഞങ്ങൾ ടോക്കിന് തയ്യാറാണ്, ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തല്ലേ എന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ നാട്ടിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഇറാന്റെ പ്രസിഡന്റ് മാത്രമാണ്, അയാൾക്ക് മാത്രമാണ് അല്പമെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വാഗതിരിവുള്ളത്. ബാക്കി ഈ ഖമനേയും ഇദ്ദേഹത്തിന്റെ മൗത്ത് പീസുകളും ഇത്തരത്തിൽ യുദ്ധത്തിലേക്ക് വലിച്ചടയ്ക്കാൻ ശ്രമിക്കണം. വാസ്തവത്തിൽ പറയും ചിരിക്കുന്ന ഒരാളുണ്ട്. ഈ ഇറാൻ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടുന്ന സമയത്ത് അമേരിക്കയോട് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന കാണുമ്പോൾ ചിരിക്കുന്ന ഒരാളുണ്ട്. ആ രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേലിന് ഒരു ടോക്കിലും താല്പര്യമില്ല. ഇസ്രായേലിന്റെ താല്പര്യം ട്രംപ് ഒന്ന് ഞൊടിച്ചാൽ മതി, ഒരു നിമിഷം കൊണ്ട് ഇറാന്റെ സർവ്വ ന്യൂക്ലിയർ സൈറ്റുകൾ അവർ തീർത്തിരിക്കും. കാരണം അവര് കണ്ടിന്യൂസ് ആയിട്ട് ലെബനോണിലും സിറിയയിലും ഹിസ്ബുള്ളയുടെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനെ ഓരോന്നിനെയും പെറുക്കിയെടുത്ത് കളമറിക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ വേറെ ഒരു സ്ഥലത്തുനിന്നും ഒരനക്കവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഇറാന് നേരെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു സ്ഥലത്തുനിന്നും ആ സമയത്ത്, കാരണം ഇറാന്റെ മേലെ അത്രത്തോളം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതിനിടയിലൂടെ രണ്ടാമത്തെ താഡ് സിസ്റ്റവും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അവരുടെ ഡിഫൻസിന്റെ ഭാഗമായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇറാന്റെ കയ്യിലുള്ള 1-2 മിസൈലുകൾ കവചങ്ങളെ ഭേദിച്ച് ഉള്ളിക്കടക്കാൻ ശേഷിയുള്ളത്. അതിനാണ് താഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ താഡ് സിസ്റ്റം രണ്ടാമത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദേ ആർ റെഡി ഫോർ എ വാർ. അവർ ഒരു സിഗ്നലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ നിമിഷം ഇറാൻ ആക്രമിക്കപ്പെടും. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഈ അമേരിക്കയോട് ബലളിച്ച് കാണിക്കുന്ന സമയത്ത് ഇത് ബാക്കി കൂടെ വന്ന് വീഴുന്നവർ അറിയുക പോലുമില്ല. അവര് ഒരു തരത്തിലുള്ള ടോക്കിലൂടെയും ഈ പ്രശ്നം പരിഹരിക്കുന്ന താല്പര്യമുള്ള ആളുകളുമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ടോക്സ് എന്നുള്ളത് അവരുടെ അജണ്ടയിലേ ഇല്ല. അവരെ സംബന്ധിച്ച് ഇത് തുടച്ചു നീക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ ഇസ്രായേലിന്റെ രക്തം തിളപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കണ്ടെത്തിയ ഒരു കത്തുണ്ട്. യാഹിയ സിൻവാറും അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ഡൈഫും രണ്ടുപേരും വധിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ മുഹമ്മദ് ഡൈഫ് എന്ന് പറഞ്ഞാൽ ജൂലൈ 13, 2024 യാഹ സിൻവാർ ഒക്ടോബർ 17, 2024 ഇസ്രായേലിന്റെ കൈകൊണ്ട സ്വർഗത്തിലേക്ക് പോയ ആളുകളാണ്. ഇവർ രണ്ടുപേരുമാണ് ഒക്ടോബർ 7, 2023 അറ്റാക്ക് ലീഡ് ചെയ്യാൻ മുൻകൈ എടുത്ത ആളുകൾ. ഇവര് ഇറാനിലെ ഖമനേയ്ക്ക് എഴുതിയ ഒരു കത്ത്, അത് ഈ ദിവസങ്ങളിൽ ഒരു ടണലിലൂടെ ഇവരെ ഒരു ടണൽ സെർച്ച് ചെയ്യും. ഈ ദിവസങ്ങളിൽ പിടിച്ചെടുത്ത ഒരു ടണൽ സെർച്ച് ചെയ്ത സമയത്ത് പിടിച്ചെടുത്ത സാധനങ്ങളുടെ കൂടെ നിന്ന് ആ കത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നേരിട്ട് ഖമനേയ്ക്ക് കൈമാറിയ കത്താണ്. അതിന് ഡ്യൂപ്ലിക്കേറ്റിൽ പറയുന്നത് ഇതാണ്: മൊത്തം $500 മില്യൺ ഒരു പ്ലാനാണ്. $500 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 4500 കോടി രൂപയാണ്. 2021 ജൂണിൽ എഴുതിയ ലെറ്ററാണ്. ഓരോ മാസവും ഞങ്ങൾക്ക് $20 മില്യൺ വീതം എന്ന് പറഞ്ഞാൽ ഏകദേശം 180 കോടി രൂപ വീതം, ഓരോ മാസവും 180 കോടി രൂപ വീതം ഈ ഹമാസിന് കൈമാറുക. ഒരു മാസം $180 കോടി രൂപ, അല്ലെങ്കിൽ $20 മില്യൺ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഓരോ മാസവും പണം എത്തിച്ചു തരികയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും. ആൻഡ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും പറയുന്നുണ്ട്: വി വിൽ എൻഡ് ദ ഡാർക്ക് പീരിയഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് അവർ നേഷൻ വിത്തിൻ 2 years. അപ്പം ഞങ്ങൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വി വിൽ എൻഡ് ദ ഡാർക്ക് പീരിയഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് അവർ നേഷൻ. അവർ നേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പാലസ്റ്റീൻ പ്ലസ് ഇറാൻ എന്നുള്ളതാണ്. അതൊരു കമ്പൈൻഡ് ഇതായിട്ടാണ് അവർ അതിനകത്ത് അഡ്രസ് ചെയ്യുന്നത്. ഇറാന്റെ ഒരു ഭാഗമാണ് പാലസ്റ്റീൻ, അല്ലെങ്കിൽ ഇറാന്റെ ഒരു സാറ്റലൈറ്റ് നേഷനാണ് പാലസ്റ്റീൻ എന്ന നിലയ്ക്കാണ് ഇത് അഡ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വന്ന് ഭവിച്ചിട്ടുള്ള ഈ ഇരുട്ടിനെ ഞങ്ങൾ ഭൂമുഖത്ത് തുടച്ചു നീക്കാം. 2 വർഷത്തിന് ശേഷം ഭൂമുഖത്ത് ഞങ്ങൾ തുടച്ചു നീക്കാം. ഞങ്ങൾക്ക് $20 മില്യൺ വീതം ഓരോ മാസവും തരിക. ഞങ്ങൾ അത് ഉപയോഗിച്ച് ട്രെയിൻ ചെയ്ത് ഇസ്രായേലിനെ ഞങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കി തരാം. ഇത് പിന്നെ ഉണ്ടാവുകയില്ല. നമ്മളുടെ ഇസ്ലാമിന് കരിനിഴൽ വീഴ്ത്താൻ വേണ്ടി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സയനിസ്റ്റ് രാജ്യം ഉണ്ടാവുകയും ഞങ്ങൾ തുടച്ചു നീക്കി തരാം. അതിനുവേണ്ടി ഫണ്ട് ചെയ്യണം. ഈ ഫണ്ട് അലൗ ചെയ്യുകയും ഇത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ടിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ ട്രെയിനിങ് നടത്തി 2023 ഒക്ടോബർ 7 ഇസ്രായേൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ പ്രവേശിച്ച ലക്ഷ്യം എന്തായിരുന്നു? ഇസ്രായേലിനെ ഭൂമുഖത്ത് തുടച്ചു നീക്കാനാണ്. ഈ 2000-ഉം ഏകദേശം ഒരു 3500-ഓളം 4000-ഓളം പേരാണ് അവിടെ കയറിയത്. 2000 പേരാണ് ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ, ആദ്യത്തെ വേവിൽ കടന്ന ആളുകൾ. അപ്പോൾ ഇവര് വിചാരിച്ച ഈ 3000 പേര് കയറിയാൽ ഈ ഇസ്രായേലിനെ തുടച്ചു നീക്കാം എന്ന് വിചാരിച്ച് ഇവരുടെ തലയ്ക്കകത്ത് എന്നതായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാലിത്തലയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തോട്ട് ഇത്രയും പേരെ കൊണ്ട് കയറി ഇസ്രായേലിനെ തുടച്ചു നീക്കാമെന്ന് ഇവർ ധരിച്ചുവെങ്കിൽ ഇവരുടെ തലയിലുള്ളിൽ എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇസ്രായേലിനെ തുടച്ചു നീക്കാൻ വേണ്ടി ഇതിന് ഫണ്ട് ചെയ്തതും ഇതിനകത്ത് പ്രവേശിച്ചതും ഇറാൻ തന്നെയാണ് എന്ന് ഇസ്രായേൽ ഈ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പം ഇറാനോട് ഇസ്രായേലിനുള്ള സ്നേഹം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം തലയ്ക്കകത്ത് വല്ലതും ഉണ്ടെന്നൊക്കെ മിക്കവാറും ഖമനേയ്ക്ക് അറിയാൻ വളരെ വേഗം തന്നെ സാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ആ റീജിയനിലെ ടെൻഷൻ മാക്സിമത്തിലാണ്. അമേരിക്കയുടെ ഡിപ്ലോയ്മെന്റ് ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്നു. ഇപ്പോഴും അവിടെ നിന്ന് മിലിറ്ററി പേഴ്സണൽസും വിമാനങ്ങളും എയർക്രാഫ്റ്റ് കാരിയേഴ്സും ഒക്കെ ഈ പ്രദേശത്തേക്ക് നീങ്ങി അതിന്റെ ഡിപ്ലോയ്മെന്റ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. 2 മാസം എന്നുള്ള ടൈം എത്തിക്കുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഓരോ നിമിഷവും വർദ്ധിച്ചു വരികയാണ് എന്ന് വേണം വിചാരിക്കാൻ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒന്ന് ഞൊടിച്ചു കിട്ടിയാൽ അമേരിക്കൻ സഹായം ഇല്ലാതെ തന്നെ ആക്രമിക്കാൻ ഇസ്രായേലും റെഡിയായി നിൽക്കുകയാണെന്ന് വിചാരിക്കണം. അതിനിടയിലൂടെ IDF ഗാസ റീജിയനിൽ കൂടുതൽ പ്രദേശങ്ങൾ ഭൂമി പിടിച്ചെടുത്ത് ഇസ്രായേലിന്റെ ഭാഗമാക്കി നിലനിർത്തുന്നുണ്ട്. അവിടേക്ക് ഒരു കാരണവശാലും ഇനി പാലസ്തീനികൾക്ക് തിരിച്ചു പ്രവേശിക്കാൻ സാധിക്കുകയില്ല. കൂടാതെ ഹമാസിന്റെ എല്ലാ സ്ട്രോങ് ഹോൾഡ്സിലും ആളുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഓരോ ഹമാസുകാരനെ തലയിൽ കൊണ്ട് ഇസ്രായേൽ ബോംബിടുന്നുണ്ട്. അതിനിടയിലൂടെ കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ IDF കാര്യമായ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലും ചെറിയ തോതിലുള്ള റെസിസ്റ്റൻസുകളുണ്ട്. ആ റെസിസ്റ്റൻസുകളെ IDF എല്ലാ തരത്തിലും നോക്കിയെടുക്കുന്നുണ്ട്. കൂടാതെ
യമൻ അമേരിക്ക കാർപ്പറ്റ് ബോംബിംഗ് നടത്തി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. യമനിലെ ഹൂതികളുടെ ശബ്ദം ഓൾമോസ്റ്റ് ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ ഇറാൻ്റെ എല്ലാ കൈകളും ഒടിച്ച്, നമ്മളൊരു എട്ടുകാരിയുടെ കൈയൊക്കെ തല്ലി ഒടിച്ച് കളയുന്നത് പോലെ ഇറാൻ്റെ ഓരോ കൈകളും ഇങ്ങനെ തല്ലി ഒടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ആ മൗത്ത് ഭാഗം മാത്രം ബാക്കി വന്നിട്ട് അത് മാത്രം ചുടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് എന്ന് വേണം വിചാരിക്കാൻ.